പ്രിയപ്പെട്ട പേരൻസ്, ചാക്കുട്ടുമാരും ചാക്കുട്ടിലുമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്നെ ഓൾറെഡി പരിചയപ്പെടുത്തി മാത്രം. മിസ് വിജയകുമാർ, ഞാൻ സൈക്കോളജിസ്റ്റാണ്, കരിയറാണ്, എഡ്യൂക്കേഷൻ ട്രെയിനാണ്, ഹിപ്നോതെറാപ്പിസ്റ്റാണ്. ലാസ്റ്റ് 19 വർഷമായിട്ട് കുട്ടികൾക്കും പേരൻസിനും ടീച്ചേഴ്സും ഒക്കെ ക്ലാസ് കൊടുക്കുന്നു. ഈ സ്കൂളിൽ വർഷങ്ങൾക്ക് മുന്നേ 15 വർഷത്തിന് മുന്നേ 10 വർഷം മേലായിരിക്കും ഒരു ക്ലാസ് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന സാറുമായിട്ടാണ് ക്ലാസ് എടുത്ത് പോയതാണ്. ഞാൻ എൻ്റെ അടുത്ത് വ്ളോഗ് എടുത്തിട്ടു. അയ്യോ, സീനാമോള് വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ 3 പേര് വരണം. ആദ്യം പേഴ്സിന്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഉയരമുള്ള ആൾക്കാർ. അമിതാഭ് ബച്ചൻ ഏറ്റവും ഫേമസായിട്ടുള്ള ഉയരോ എന്താ വിദേശം. ഓക്കെ, മോന് ഒരു കാര്യം ചെയ്യേ, മോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ വേണ്ട. മോന്റെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിന്റെ പേര് മോൻ മനസ്സിൽ വിചാരിച്ച്, ആരുടെയെങ്കിലും ഫ്രണ്ട്സിന്റെ പേര് അത് അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിലേക്ക് എന്നെ കാണാതെ വിടുന്നുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ അവരുടെ ഫുൾ നെയിം എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ, ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാവുള്ളത്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാം. ഇംഗ്ലീഷിലാണ് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ. മടക്കിക്കോ, നന്നായിട്ട് മടക്കിക്കോ. മടക്കിട്ട് ഞാൻ തരും. മോന്റെ രണ്ടാമത്തെ ഒരാളും കൂടെ പറയാം. ഒരാളുടെ പേരന്റ് ആരെങ്കിലും വേറെ പോകാം. ഏറ്റവും ഇഷ്ടമുള്ള നടത്തിയ നടിയുടെ പേര്, അല്ലെങ്കിൽ സിനിമയുടെ പേര് ഇഷ്ടമുള്ള വരികയോ ഇതിനെ നടത്തിയ നടിയോ അല്ലെങ്കിൽ മുമ്പിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ ക്യാപിറ്റൽ ഇംഗ്ലീഷാണ് ക്യാപിറ്റൽ മലയാളത്തിൽ ഞാൻ ക്യാപിറ്റൽ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നടത്തിയ നടിയുടെ സിനിമയുടെ പേര് എടുക്കാം. ആദ്യം ഒന്നാമത്തെ ആൾ ഞാനതൊന്ന് എനിക്ക് എഴുതി നോട്ട് ചെയ്യണം, അതുകൊണ്ടാണ് പേപ്പർ എടുക്കുന്നത്. ആരെങ്കിലും ഫസ്റ്റ് വന്ന ആൾ വന്നേ, ആദ്യം വന്ന ആൾ വന്നേ. കാണാവില്ലാർക്കും ഇവിടെ കാണാം, കാണാവില്ലാർക്കും ഇവിടെ വന്നു. സഹോദരി എന്താ പറയുക, പുസ്തകമല്ലേ ഉള്ളത്. നമ്മളെ പേജ് നമ്പർ മനസ്സിലൊന്ന് വിചാരിച്ച് ഓക്കെ. മോള് വിചാരിച്ചത് ആണല്ലോ. തന്നെയാണോ? പ്രാദേശികമായിട്ട് അവരുടെ സ്വഭാവം പറയാനുണ്ടാകും. ഓക്കെ, രണ്ടാമത്തെ മോനോട് എന്നാ പറഞ്ഞത്? എന്നാ പറഞ്ഞത്? ഒട്ടപ്പെടാം.
ആ കൂട്ടുകാരന്റെ പേര് എന്റെ കണ്ണിലേക്ക് നോക്കിയേ. റെഡി 1 2 3 4. മൂന്നാമത്തെ എന്താ ഞാൻ പറഞ്ഞത്? ആ 3 1 2 3 4. അതിലേക്ക് നോക്കിയേ. മനസ്സിൽ വിചാരിച്ച് സിനിമയല്ല എഴുതിയിരിക്കുന്നത്, നടിയല്ല നടനാണല്ലേ? ആണോ? നടനാണ് എം മമ്മൂട്ടി. Prediction 10 AM 8/6/2026. ഞാൻ ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ബ്ലൂ എന്നും എനിക്കിഷ്ടമുള്ള നമ്പർ 2 ആണെന്നും ഞാൻ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം 3. ഞാനും മോഹൻലാൽ അതേ കാണുന്നതല്ലേ? നേരത്തെ തെളിവ് വിചാരിക്കുന്നില്ല, പക്ഷേ മാമിനെ കൊണ്ട് ഞാൻ പറയുന്ന പോലെ മാം ആക്ട് ചെയ്യുന്ന കാണിപ്പിക്കാം. ഞാൻ എങ്ങനെ പറയുന്നു അങ്ങനെ മാം ചെയ്തു. അത് വരെ ക്ലാസ് കാണിക്കാം കേട്ടോ. ഓർപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒന്നാമത്തെ സബ്ജക്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? രണ്ടാം ഇംപ്ലിമെന്റ് ചെയ്യണം. കഥകളി മുദ്രയാണ്. പയ്യെ ചെയ്തേ, ആദ്യം സാധാരണ ചെയ്തേ, പയ്യെ ഇതിങ്ങോട്ടാക്കിട്ട് വിരലകന്നായിരിക്കുന്നത്. വിരലകന്ന ഇച്ചിരി പാടാ ചെയ്യാനേ, എങ്കിലും ശ്രമിച്ചു നോക്കിക്കോളൂ. കൈ മടക്കി പിടിച്ച്, എല്ലാവരും കൈ മടക്കി പിടിച്ച് തോളോട് ബാലൻസ് ചെയ്ത്. ഇത് പറയുമ്പോൾ ആരും ചിരിക്കരുത്, ചെയ്തോണ്ടിരിക്കുമ്പോൾ ചിരിക്കരുത്, പറയുമ്പോൾ ചിരിക്കുന്നതാണ്. നോക്കിയോ, ഇത് ബാലൻസ് ചെയ്ത് പിടിച്ചു. സെന്റർ നല്ല എല്ലാവരും ഓപ്പൺ ചെയ്തേ, ഇതിന് മടക്കരുത്. ഇത് അവസാനം വരെ ഇങ്ങനെ ഇരിക്കണം, ലാസ്റ്റ് വരെ ഇങ്ങനെ ഇരിക്കണം. ഒരു കൈയുടെ ചൂണ്ടുവരൽ ഓപ്പൺ ചെയ്തേ, ഒരു കൈയുടെ ചൂണ്ടുവരൽ, മറ്റേ കൈയുടെ മോതിരവരൽ. മോതിരവരൽ ഏതാണെന്ന് അറിയത്തില്ലേ? ഇനി ഈ മോതിരവരൽ ചൂണ്ടുവരലും അടച്ചേ, സർവ്വതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കണം. മറ്റേ കൈയുടെ മോതിരവരൽ, ഇതിന്റെ ചൂണ്ടുവരൽ. ഇങ്ങോട്ട് നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 9 ചെയ്താൽ മതി. മാഷ് പറഞ്ഞെടുക്കുന്ന സാധാരണ ക്ലാസ് നിങ്ങളെ ടൈം കിട്ടുന്നില്ല. എനിക്ക് ശ്രദ്ധിച്ചോളൂ. നാലാമത്തേത് 2 ബുക്കുകൾ കൊണ്ടുവരണം. 2 ബുക്ക്, വരയെടുത്തോ വരയിടാത്തോ ഏതായാലും കുഴപ്പമില്ല. 2 കയ്യിൽ ഓരോ പേന പിടിക്കണം. എന്നിട്ട് ആദ്യം ABC എഴുതി പഠിക്കണം. പിന്നെ ആ ഒരേ കൈ കൊണ്ട് ഒരേ സമയത്ത് 2 കൈ. പിന്നീട് സെന്റൻസ് എഴുതണം. ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് തന്നെ പോകണം. പിന്നെ തിരിച്ച അവസ്ഥ ഉണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുക, ഒരേ സൈഡിലേക്ക് പോകണം 2 കൈ. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 days ഹിന്ദിപ്രകാരം കണ്ടോ? 3 days അതിനകത്തെ പ്രിൻസിപ്പൾ എഴുതാണ് 2 കൈ കൊണ്ട് ഇങ്ങനെ. ഇത് ലോകത്തൊരാൾ 4 കാലും കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. കാലിലേക്കൊന്നും പോകണ്ട, നമുക്ക് അത്രയൊന്നും പോകണ്ട. പക്ഷേ ഭയങ്കര മെമ്മറി ആയിരിക്കും. ഞാൻ SH ചങ്ങനാശ്ശേരിയിൽ ഒരു കുട്ടിയെ ചെയ്യിപ്പിച്ച് അവിടെ പ്രശ്നം മെമ്മറി അവൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമാണ് നമുക്ക് ഈ എക്സസൈസാണ് കൊടുത്തത്. നിങ്ങൾക്കറിയാമോ, 98% വരെ അവൾ +2 പാസ്സായി. ഒരു 2-3 വർഷത്തെ ശ്രമമാണ്. ഇത് എഴുതി ചവിടിപ്പിക്കുന്ന എഴുതുന്നതൊക്കെ ഭയങ്കര നല്ല സ്പീഡ്. വേറെ ഒരു കുഴപ്പമില്ല, ഐക്യൊരു മറ്റൊരു പ്രശ്നമില്ല. ആകെ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ റീകളക്ട് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഞാൻ സയൻസ് പറയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷാർപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്താ പറയുന്നത്, ഇത് ഡെയിലി പല ആൾക്കാർ തന്നെ 10 ദിവസം ചെയ്ത് നിർത്തും. അറിയാൻ ആരെങ്കിലും ശരിയിട്ടോ? പെട്ടെന്ന് ഇവിടെ മലയാളം പഠിക്കാൻ അറിയാൻ കാര്യമില്ലല്ലോ. ടീച്ചർ ഉണ്ടായാൽ മതി, ഏതെങ്കിലും ടീച്ചർ ഉണ്ടാൽ മതി. മലയാളം ടീച്ചർ ആരാ? മലയാളം ഉണ്ടല്ലോ. നമ്മുടെ പെൻസിൽ മാമിനെ കൊണ്ട് ഇത് കട്ട് ചെയ്യിപ്പിക്കാൻ പോവുക. പക്ഷെ ഞാൻ പറയുന്ന വരിയും കൂടെ മാമിന് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അത്ര ശ്രമിച്ചാലും. അതിന് മുന്നേ ഒന്ന് സഹല വായിച്ചു കേൾപ്പിക്കുന്നോണ്ടേ. ശരീരത്തെ എല്ലാ നാഡീകരണങ്ങളും എല്ലാ മാംസപേശികളും അയഞ്ഞ് തളർന്ന് പൂർണ്ണ വിശ്രമത്തിലാണ്. മനസ്സ് ഏകാന്തമാണ്. എന്റെ കണ്ണിലേക്ക് 1 2 3 4
ഇതൊക്കെയാണ് മാം. നല്ല കപ്പാസിറ്റിയാണ്. ചിന്തി കാണില്ല, എനിക്ക് സംശയമുണ്ട് ഇതൊക്കെ മുറിക്കുമെന്ന്. എങ്കിലും ഈ മുറിഞ്ഞ മാത്രം എന്നത് അതോട് ശരി. ഞാൻ ഈ മുറിഞ്ഞ പേപ്പറൊന്നും എടുത്ത് വായിക്കണേ. എവിടെ വേണേ കട്ട് ചെയ്തോ. ഈ ഞാൻ എവിടെ വേണേ കട്ട് ചെയ്യാം. പക്ഷെ എന്റെ കയ്യെ കയറി കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യാം, നേരെ കട്ട് ചെയ്യണം. രാവിലെ പിണറായിയുടെ വീടുകൾ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നങ്ങളിൽ ടൈം മാനേജ്മെന്റ് ഒക്കെ പറയാൻ കിടപ്പുണ്ടായിരുന്നതൊക്കെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ 1 മണിക്കൂർ പറയേണ്ടത് 10 മിനിറ്റ് കൊണ്ട് ഞാൻ അത് കിട്ടിയിരുന്നത് നല്ല പിള്ളേരാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെന്ന് തോന്നുന്നു. വളരെ ശ്രദ്ധിച്ചിരുന്ന, വളരെ ഇനിയും എത്ര വേണേലും എടുത്തോളം പറഞ്ഞിരുന്ന പേരൻസിന് ഈ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനവസരം ഒരുക്കി തന്ന എല്ലാ ടീച്ചേഴ്സിനോടും മാനേജ്മെന്റിനോടും അതിലുപരി എന്നെ ഇങ്ങോട്ട് നയിച്ച വിമൽ കൊളീൻസിന്റെ നിങ്ങൾ പഠിക്കുന്ന വലിയ പുസ്തകത്തിന്റെ വലിയ എന്താ പറയുക ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, അറിയപ്പെടുന്ന പുസ്തകമാണിത്. അപ്പോൾ അവരുടെ പുസ്തകമാണ് ഏറ്റവും സെലക്റ്റഡ് ആയ പുസ്തകം നിങ്ങൾ തരുന്നത്. അതിന്റെ ഏരിയ മാനേജറുടെ വിമൽ സാറുണ്ട്. വിമൽ സാറിനോടും ഈ ശബ്ദം തന്ന എല്ലാവർക്കോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ദിവസം കുറിക്കുന്നു. നന്ദി.